ചപ്പാത്തിക്ക് കറിതപ്പി നടക്കണ്ട, നമുക്കിന്നൊരു കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി വഴറ്റിയെടുക്കുക. അതിനകത്തേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് എന്നിവ ആഡ് ചെയ്യുക. ഒരുപാട് ചെറിയ ചെറിയ പീസസ് ആക്കണ്ട, ഇച്ചിരി കട്ടിയുള്ളതാണ് നല്ലത്. അതിനകത്തേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് നന്നായി വഴറ്റി യോജിപ്പിക്കുക. ഇത് നല്ല ഒരു ഡിഷാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്യണേ. വേറൊരു കട്ടിയുള്ള പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഓയിലും ജീരകം, കടുക് എന്നിവ പൊട്ടിച്ച് അതിനകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചെറുതായി അരിഞ്ഞ് ചേർക്കുക. അത് നന്നായി വഴന്ന് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് സവാള ആഡ് ചെയ്യുക. എല്ലാ വെജിറ്റബിൾസും നീളത്തിൽ വേണം കേട്ടോ ആഡ് ചെയ്യാനായിട്ട്. ചപ്പാത്തിയും നമ്മൾ നീളത്തിൽ വേണം കട്ട് ചെയ്തിടാനായിട്ട്. ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും നമ്മൾ എവിടെയെങ്കിലും ടൂർ പോകുമ്പോഴോ 1 ഡേ ട്രിപ്പിന് പോകുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഡിഷാണിത്. പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എന്തും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ സവാള, ക്യാബേജ്, ക്യാരറ്റ് എന്നിവയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് ഉപ്പും പിന്നെ നമ്മുടെ മസാലകളായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ആഡ് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യുക. നമ്മൾ എന്ത് ഡിഷ് ഉണ്ടാക്കിയാലും അതിനകത്ത് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ മറക്കരുത്. മഞ്ഞൾപ്പൊടി നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. പിന്നെ അത് നന്നായി വഴറ്റി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം മാത്രം ക്യാപ്സിക്കം ആഡ് ചെയ്യുക. ക്യാപ്സിക്കം പച്ച ഒരു സ്വാദുണ്ടല്ലോ, അതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഫ്ലേവർ തരുന്നത്. അതിനുശേഷം ഒരു പുളിക്ക് വേണ്ടിയും നല്ലൊരു കൊഴുപ്പുണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ തക്കാളി ആഡ് ചെയ്യുക. മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ 1 ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2 ആഡ് ചെയ്യുക. സോയാ സോസ് ഉണ്ടെങ്കിൽ സോയാ സോസ് ആഡ് ചെയ്യുക, നല്ലൊരു കളറ് കിട്ടും, പിന്നെ ഒരു പുളിയും കിട്ടും. മല്ലിയില മസ്റ്റായിട്ട് ആഡ് ചെയ്യണേ. മല്ലിയില ആഡ് ചെയ്ത് നമ്മുടെ മസാല റെഡിയാക്കാം. അതിനുശേഷം നമ്മൾ നീളത്തിൽ മുറിച്ച് വെച്ച ചപ്പാത്തി ഇല്ലേ, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. കുറച്ച് മസാല മാറ്റി വയ്ക്കുക. എന്നിട്ട് ചപ്പാത്തി ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം മാറ്റി വെച്ച മസാലയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഒരല്പം വെള്ളം, ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് മാത്രം ഒഴിക്കുക, എല്ലാം കൂടി മിക്സ് ആവും. പിന്നെ നമ്മൾ നേരത്തെ ചിക്കി പൊരിച്ച് വെച്ച മുട്ട ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നല്ല അടിപൊളി ഡിഷാണ്, എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.